ഹലോ, എന്താ മോനെ? അമ്മേ, അച്ഛമ്മ അങ്ങോട്ടെങ്ങനെ വന്നിരുന്നോ? അച്ഛമ്മയോ? ഇല്ലല്ലോ. അച്ഛമ്മ രാവിലെ മുതൽ കാണാനില്ല. എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞൂടാ. അച്ഛമ്മ എങ്ങോട്ട് പോവാനാ മോനെ? അങ്ങനെ പുറത്തിറങ്ങുന്ന സ്വഭാവമൊന്നും ഇല്ലല്ലോ. പക്ഷെ കാണാനില്ല അമ്മേ, ഇവിടെ എങ്ങോ ഇല്ല. ആരോടും പറയാതെ അമ്പലത്തിൽ പോകുന്നൊരു സ്വഭാവമുണ്ട്. ചിലപ്പോ അമ്പലത്തിലുണ്ടാവും. എനിക്കാകെ പേടിയാവുന്നു അമ്മേ. അങ്ങനൊന്നും പേടിക്കണ്ട. അച്ഛമ്മ മണിമംഗലത്ത് മഹിളാമണിയല്ലേ? അന്തസ് വിട്ട് ഒരു സ്ഥലത്തും പോവില്ല. അമ്പലത്തിൽ തന്നെ കാണും. മോൻ പേടിക്കണ്ട. ശരി അമ്മേ. ശരി മോനെ. ആരാ? മോനാണോ ഫോണിൽ വിളിച്ചത്? ഞാനിങ്ങ് പോന്നേ പിന്നെ അവനെല്ലാം പേടിയാ. ഇപ്പതേ രാവിലെ അച്ഛമ്മയെ കാണാനില്ലെന്നും പറഞ്ഞാ വിളി. പ്രകാശന്റെ അമ്മയാണോ? ആ ചേട്ടാ, അമ്പലത്തിലോ മറ്റോ പോയിട്ടുണ്ടാവും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കല ഇപ്പോഴത്തെ മെയിൻ പണി. അങ്ങനെ ഒരു അമ്മായിയമ്മയെ കിട്ടാനും ഭാഗ്യം ചെയ്യണ്ടേ? സത്യം, പണ്ടത്തെ അമ്മയല്ല ഇപ്പൊ. ഒരുപാട് മാറിപ്പോയി. ഞാൻ ഇറങ്ങാട്ടത്തെ. ഇനി കൂടുതൽ യാത്ര പറയാൻ നിൽക്കുന്നില്ല. പോണ്ടാന്ന് പറഞ്ഞാ നീ കേക്കില്ലല്ലോ. കേൾക്കും. പോവണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന തന്നെ ഒരു സുഖമാ. ആ സുഖം നീണ്ടു നിൽക്കണമെങ്കിൽ ഇപ്പൊ പോണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണം. വരും. എല്ലാം ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് വരാം. ശരി മോളെ. സുജാത, അമ്മേ, ഇതെന്താ ഇവിടെ? ഇവിടെ വന്നിരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ. വിളിക്കാൻ ഞാൻ എന്താ, ഒന്ന് കോളിംഗ് ബെൽ അടിച്ചുകൂടായിരുന്നു? ശല്യം ചെയ്യണ്ടെന്ന് തോന്നി. പിന്നെ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കണമെന്നും തോന്നി. എന്താ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ കാര്യം? നിന്നെ കാണണമെന്ന് തോന്നി. തോന്നിയ പിന്നെ എനിക്കത് നടക്കണം. ആരോടും പറയാതെയാ പോന്നതല്ലേ? കാണാനില്ലെന്നും പറഞ്ഞ് അവ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ ഉള്ളൂ. ആരോടും പറയാൻ തോന്നിയില്ല. നീ ഒന്ന് കൊച്ചിനോട് വിളിച്ച് പറഞ്ഞേക്ക് ഞാനിവിടെ ഉണ്ടെന്ന്. അമ്മ വാ, നമുക്ക് അകത്തേക്കിരിക്കാം. ഇരിക്കണം, ഇരുന്ന് സംസാരിക്കണം. വാ. അമ്മേ, അച്ഛമ്മ. പേടിക്കണ്ട, അച്ഛമ്മ ഇവിടെയുണ്ട്. അങ്ങോട്ട് വന്നോ? വന്നു. അമ്മ ഇവിടെയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇതാണോ ചെറിയ കാര്യം? ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ചെറിയ കാര്യല്ലേ? അതിപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. അപ്പോഴല്ലേ ചെറിയ കാര്യമായത്. ഒന്ന് വെച്ചിട്ട് പോടാ. അച്ഛമ്മ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു വിടാം. അമ്മ കൂടെ വരുമോ? സത്യം പറയടാ, എന്നെ വിളിച്ചോണ്ട് പോവാനാണോ അമ്മ ഇങ്ങോട്ട് വന്നത്? ആയിരിക്കും. ഇന്നലെ അതിന്റെ ഒരു സ്മെൽ എനിക്ക് അടിച്ചു. ശരി ശരി, ഞാൻ വിളിച്ചോളാം. ശരി അമ്മേ. എവിടെയുണ്ട് നിന്റെ അച്ഛമ്മ? എല്ലാം കേട്ടോടെ നിന്നതാണല്ലോ, പിന്നെ ചോദിക്കുന്നത് എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ പ്രകാശേട്ടാ, അമ്മ സുജാതയുടെ അടുത്തുണ്ട്. ഇപ്പൊ അബി സുജാതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോടും പറയാതെ അമ്മ പോയാലും എന്തെങ്കിലും കാര്യം ഉണ്ടാവല്ലോ. ഉണ്ടാവും. ഇനി അവളുടെ കൂടെ താമസാക്കാൻ ഞാൻ തീരുമാനിച്ചോ? ഹേയ്, മകന്റെ ഭാര്യയുടെ വീട്ടിൽ താമസിക്കാനോ? അതും മരിച്ചാലും അന്തസ് വിട്ടുകളയാത്ത മണിമംഗലത്ത് മഹിളാമണി. ഒരിക്കലും സംഭവിക്കില്ല. അപ്പൊ എനിക്ക് ഉറപ്പായി. എന്ത്? സുജാതയെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനുള്ള പുറപ്പാടില്ല അമ്മ. സുജാത വരില്ല. വരും പ്രകാശേട്ടാ. അബി അമ്മയും കൂടെ സുജാതയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ എങ്ങനെ അവൾ ഇവിടെ കേറി വന്നാ കൂട്ടിയിട്ട് കൊല്ലും ഞാൻ എല്ലാത്തിനെയും. എനിക്ക് മടുത്തു സുജാതെ. ഒന്നുകിൽ നീ അങ്ങോട്ട് വരണം, അല്ലെങ്കിൽ വല്ല ക്ഷേത്രത്തിലും പോയി ഭജന ഇരുന്നോളാം ഞാൻ. അമ്മ ഇങ്ങനെ നിരാശപ്പെടാൻ മാത്രം എന്താ ഉണ്ടായത്? ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നില്ലേ ചെയ്യാ, അത് തന്നെ അത്ഭുതമാണ്. ഏത് നിമിഷവും അവളുടെ കൈകൊണ്ട് ഞാൻ മരിക്കാം. എന്താ സംഭവിച്ചെന്ന് പറയമ്മേ. ഇരട്ടത്ത് നല്ല ഉറക്കത്തിൽ ചെവിക്കല്ല് പൊട്ടാൻ മാത്രം 2 എണ്ണം കിട്ടി. അവൾ അടിച്ചിട്ട് ഓടിയതാ. പാൽക്കഞ്ഞി തട്ടി മറിച്ചിട്ടു, പാത്രവും പൊട്ടിച്ചു. ഒന്നാന്തരം ഒരു സാരിയിലേക്ക് തേപ്പ് വെട്ടി മറിച്ചിട്ടു. സാരി മുഴുവനും കത്തിപ്പോയി. ഇതൊക്കെ യാദൃശ്ചികമായിട്ട് സംഭവിക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മേ? അല്ല, മനഃപൂർവ്വം അവള് ചെയ്തു കൂട്ടുന്നതാ. ഒരു ദിവസമേ അവൾ ഉണ്ടാക്കിയ ചായ ഞാൻ കുടിച്ചുള്ളൂ. അതിനൊരു ചൊവ്വ വ്യത്യാസം ഉണ്ടായിരുന്നു. വല്ല വിഷവും കലക്കി തന്നാലോന്ന എന്റെ പേടി. ചിലപ്പോ എല്ലാം അമ്മയുടെ തോന്നലായിരിക്കും. എല്ലാം തോന്നല. എന്നെ ഇടിയെന്നാ വിളിക്കുന്നത്. അതും എന്റെ തോന്നലാണോ? അയ്യോ, എടിയുന്നു.
എടീന്നല്ലേ വിളിച്ചുള്ളൂ. ഇനി എന്നാ എന്നെ പുളിച്ച തെറി വിളിക്കാന്ന് ഞാൻ പേടിച്ചിരിക്കുക. ഇതെല്ലാം പോട്ടെ, പാവ അഭിമോനെ നടന്നു പോയപ്പോ കാലി വെച്ച് അവള് വീഴിച്ചു. അഭിയെയോ? പിന്നല്ലാതെ പാവം മോൻ കമിഴ്ന്നടിച്ചു വീണു. അയ്യോ, അമ്മ വിഷമിക്കല്ലേ, നമുക്ക് എന്തേലും ഒരു വഴി ഉണ്ടാക്കാം. ഒറ്റ വഴിയേ ഉള്ളൂ. നീ അങ്ങോട്ട് വരണം, വന്നേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ ശവം പോലും അവൾ ആരെയും കാണിക്കൂല. തിരിച്ചു വരാൻ വേണ്ടിയല്ല അമ്മേ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. നീ വന്നില്ലെങ്കിൽ വരുന്നത് വരെ ജലപാനം കഴിക്കില്ല ഞാൻ. പട്ടിണി കിടന്ന് മരിക്കും. ഒന്ന് ചെല്ലു സുജേ, എത്രയായാലും നിന്റെ മക്കളെ ദ്രോഹിക്കാൻ സമ്മതിക്കരുത്. അപ്പൊ എന്നെ ദ്രോഹിച്ചോട്ടെന്നാണോ? എനിക്കാരും ഇല്ലാതായി. ഞാൻ വല്ല വൃദ്ധസദനത്തിലേക്ക് പോയിക്കോളാം. അമ്മ എങ്ങും പോണ്ട, ഞാനുണ്ടാവും അമ്മയ്ക്ക്. എങ്കിൽ നീ എന്റെ കൂടെ വാ. വന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഞങ്ങളെ ഒന്ന് രക്ഷിക്കുമോളെ. അങ്ങനെ ഒരുത്തിക്ക് കേറി മേയാൻ വിട്ടുകൊടുക്കരുത് വീട്. നീയും പ്രകാശനുമായിട്ട് ബന്ധമൊഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ധൈര്യമായിട്ട് കേറിച്ചെന്നങ്ങ് താമസിക്കണം. ഞാൻ വരാം, അമ്മ പൊയ്ക്കോ. അങ്ങനെ ഞാൻ പോവില്ല. അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഞാൻ വരാം. അതെന്താ എന്റെ കൂടെ വന്നാല്? ഒരു വീടിന് അഡ്വാൻസ് കൊടുത്ത് ഇന്ന് കയറി താമസിക്കാൻ പോവായിരുന്നു ഞാൻ. അവരെ പറഞ്ഞൊന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ അങ്ങ് വന്നോളാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അമ്മായി വീട്ടിലോട്ട് പൊയ്ക്കൂ. സുജാതയെ ഞാൻ കൊണ്ടുവന്നു വിടാം. എനിക്ക് അവനെ നേരിട്ടൊന്ന് കാണണം. എനിക്ക് കാണണ്ട. ആ മുഖം കാണാനല്ല ഞാൻ വരുന്നത്. ഭർത്താവിന്റെ സ്ഥാനത്ത് ഇനി ഒരിക്കലും അയാൾ ഉണ്ടാവില്ല. അമ്മയ്ക്ക് വേണ്ടി ഞാൻ വരാം, മക്കൾക്ക് വേണ്ടി വരാം. കുറച്ച് ശ്രമകരമായിരുന്നു. എന്നാലും സൈത്തിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. നിയമമൊക്കെ അത്രയ്ക്ക് ഉള്ളൂല്ലോ വക്കീലെ. ഏത് കുറ്റകൃത്യത്തിനും എവിടെയെങ്കിലും ശിക്ഷിക്കാൻ തക്കൊരു തെളിവ് ബാക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെയാ രക്ഷപ്പെടുത്താനും. നിയമത്തിന്റെ ഏത് സെക്ഷനിലും എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവും. പഠിച്ചിട്ട് വാദിച്ച മിക്കവാറും പ്രതികളെ രക്ഷപ്പെടുത്താൻ പറ്റും സർ. സത്യത്തിൽ ഈ സജിത്ത് വലിയൊരു ക്രിമിനലാണോ? ഹേയ്, പല കേസുകളിലും അവൻ പെട്ടുപോകുന്നതാ. ഈ ഹെറോയിൻ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. പെടുത്തിയതാ. അവന്റെ കയ്യിലെങ്ങാണ്ടും കുറച്ച് ഡ്രഗ്സ് വന്നു പെട്ടു. അത് അവന്റെ കയ്യിലുണ്ടെന്ന് പോലീസ് ഇൻഫോം ചെയ്തത് റൂബിയ. എന്തായാലും സാക്ഷിമൊഴിയൊന്നും രേഖപ്പെടുത്തേണ്ടി വന്നില്ലല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ സർ. ഹെറോയിൻ അല്ലല്ലോ, അരിപ്പൊടിയല്ലേ സൈത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. നിയമത്തിന്റെ കുരുക്കൊന്നും സാധാരണക്കാരുള്ളതാണ് അല്ലേ വക്കീലെ? പോക്കറ്റടിക്കാരനുള്ള നിയമമല്ലല്ലോ സർ കള്ളപ്പണം വെളുപ്പിക്കുന്നവന്. പോക്കറ്റടിക്കാരൻ പ്രത്യക്ഷത്തിൽ പ്രതിയാണ്, ശിക്ഷയും പെട്ടെന്നായിരിക്കും. അതുപോലെയല്ല ബ്ലാക്ക് വൈറ്റ് ആക്കുന്നത്. തെളിയിക്കാൻ വലിയ പാടാ. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ ഈ മയക്കുമരുന്ന് കേസും. എനിക്ക് മനസ്സിലായി. കാരിയേഴ്സിനല്ലേ പിടിക്കാൻ പറ്റൂ. ഉറവിടം കണ്ടുപിടിക്കാൻ വലിയ പാടാ. അഥവാ കണ്ടുപിടിച്ചാലും ശരി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹൈ ലെവൽ ഇൻഫ്ലുവൻസ് ഉള്ളവരായിരിക്കും. ഈ സജിത്തും അത്രയ്ക്ക് മോശക്കാരനൊന്നുമല്ല. പിടിപാടൊക്കെ ഉണ്ട്, കാശ് മുടക്കാൻ ആളും ഉണ്ട്. അവൻ ജാമ്യത്തിലിറങ്ങിയത് റൂബിയുടെ നാശത്തിനാ. എവിടെ പോയിരുന്നു? പഴയ മരുമോളെ കാണാൻ പോയതായിരിക്കും. പഴയതും പുതിയതും ഒന്നുമില്ല. എനിക്കൊരൊറ്റ മരുമോളേ ഉള്ളൂ. അവളെ കാണാൻ പോയതാ ഞാൻ. പ്രകാശേട്ടൻ ഉപേക്ഷിച്ച് കഴിയുമ്പോ പോക്ക് നിൽക്കുമല്ലോ. ഇല്ല, അവളെവിടെ താമസിച്ചാലും മരിക്കുന്നത് വരെ ഞാൻ അവൾക്കൊപ്പം ഉണ്ടാവും. അവള് മരിക്കുന്നത് വരെയോ അതോ അമ്മ മരിക്കുന്നത് വരെയോ? രണ്ടിലൊരാൾ ആത്മഹത്യ ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനേക്കാൾ നല്ലത് നീ അങ്ങ് മരിക്കുന്നതാ. നീ മരിച്ചാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീരും. കൊല്ലാൻ വല്ല പ്ലാനും ഉണ്ടോ? ഈ രീതിയിലാണ് പോക്കെങ്കിൽ ഞാൻ ജയിലിൽ പോവേണ്ടതായി വരും. അങ്ങനെ ഒരു യോഗം നിങ്ങൾക്കുണ്ടാവില്ല. ഇരുട്ടത്തും ഉറക്കത്തിലും കാഴ്ചയുള്ള കണ്ണുണ്ട് എനിക്ക്. എന്നെ കൊല്ലാനുള്ള ബുദ്ധിക്ക് കുടിക്കുന്ന പാൽക്കഞ്ഞൊന്നും മതിയാവൂല. എന്തായാലും നിന്നെ ഇവിടെ വെച്ച് വാഴിക്കില്ല ഞാൻ, അതുറപ്പാ. കാണാം. മോളെയും തിരിച്ചുകൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ ഭരണം തുടങ്ങിയാലേ ഇരുട്ടടിയുടെ ഘോഷയാത്രയായിരിക്കും നിങ്ങളുടെ മുഖത്ത്. Cheers. അങ്ങനെ നിയമത്തിന്റെ കുരുക്കഴിച്ച് പുറത്തിറങ്ങി അല്ല വക്കീലെ? കുറച്ചു പണിപ്പെട്ടു. അറിയാം വക്കീലെ. കഷ്ടപ്പെട്ടെന്നെ പുറത്തിറക്കിയതിന് എന്ത് വേണം വക്കീലിന്? നന്ദി വേണോ പണം വേണോ? പണം വേണ്ട സൈത്തെ, നന്ദി മതി.
അതാവുമ്പോ എന്തിനും ഏതിനും ഓടി വന്ന് ആവശ്യപ്പെടാലോ എനിക്ക്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ ഉണ്ടാവും സജിത്തിന്. കൂടെ നിൽക്കുന്നവന് ചങ്ക് പറിച്ച് കൈവെള്ളയിൽ വെച്ചു കൊടുക്കും.